ചെങ്കോട്ടയിലെ സ്ഫോടനം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ഞെട്ടിയത് തന്നെയാണ്. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയായി നിൽപ്പുണ്ടായിരുന്നു. സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്തവർ ആരൊക്കെ? അവർക്ക് പരിശീലനം കിട്ടിയത് എവിടെ നിന്ന്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഇങ്ങനെ പല ചോദ്യങ്ങൾ. ഇപ്പോൾ ആ ചെങ്കോട്ട സ്ഫോടന കേസിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സ്ഫോടനം ആസൂത്രണം ചെയ്തവർക്ക് അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം കിട്ടിയതായി സംശയം ശക്തമാകുന്നു. പിടിയിലായിട്ടുള്ള മുസമ്മിൽ തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരുന്നു എന്നതിൻ്റെ സൂചനകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനകളായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിനും IS ശാഖയായിട്ടുള്ള അൻസാർ ഗസ്വാത്ത് അൽ ഹിന്ദിനും വേണ്ടിയിട്ടാണ് ഉമർ നബിയും അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാരും പ്രവർത്തിച്ചത് എന്ന് വ്യക്തമായിരിക്കുന്നു. തുർക്കി അങ്കാറയിൽ നിന്നുള്ള ഉക്കാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർമാരുടെയും ജെയ്ഷിന്റെയും അൻസാറിന്റെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വിദേശത്ത് നിന്നും ഭീകരർ ബോംബ് നിർമ്മാണത്തിന്റെ വീഡിയോകൾ ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്തു. 42 വീഡിയോകളാണ് ഇത്തരത്തിൽ മുസമ്മലിന് അയച്ചു നൽകിയത് എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയാണ് ബോംബ് നിർമ്മിച്ചത് എന്നാണ് വിവരം. വിദേശത്ത് നിന്ന് സ്ഫോടനം നിയന്ത്രിച്ച 3 ഭീകരരുടെ പേരുകളാണ് ഏജൻസികൾക്ക് കിട്ടിയത്. ഇതിൽ ഉക്കാസ എന്നയാളാണ് തുർക്കി, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് മുസമ്മലിനെ കൊണ്ടുപോയത്. ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരൻ മിർസ ഷതാബ് ബേഗിന്റെ പങ്കും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. 2008 ബട്ട്ല ഹൗസ് ഏറ്റുമുട്ടലിന് ശേഷം ഒളിവിൽ പോയ ഭീകരനാണ് ബേഗ്. ഇയാൾ അൽ ഫലാഹ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഉമർ നബിയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ട് സംബന്ധിച്ച് അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഈ ഏജൻസി ഭീകര സംഘത്തിലെ മറ്റംഗങ്ങളെ തേടി കാൺപൂരിലും പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അടുത്തിടെ ഇന്ത്യയിൽ നടന്ന സമാന രീതിയിലുള്ള സ്ഫോടനങ്ങളുമായിട്ട് ഈ വിദേശികൾക്ക് ബന്ധമുണ്ടോ എന്ന് സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഹൻസുള്ള, നിസാർ, ഉക്കാസ എന്നിങ്ങനെയാണ് ഈ സഹായികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഈ പേരുകൾ അവരുടെ യഥാർത്ഥ പേരിലായിരിക്കില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിന് 10 ദിവസം മുൻപ്, ആ 10 ദിവസത്തിന് മുൻപ് തന്നെ മുസമ്മിലിനെ 2500 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തിരുന്നു. 2020 മുതൽ തമിഴ്നാട്ടിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതുന്ന കേണൽ, ലാപ്ടോപ്പ് ഭായ് എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഷാഹിദ് ഫൈസിൽ എന്ന വിദേശ ഹാൻഡ്ലർക്കും ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള സംശയം ഇപ്പോൾ റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നുണ്ട്. 2022 ഒക്ടോബർ മാസം 23-ന് കോയമ്പത്തൂർ ചാവേർ ആക്രമണത്തിന് പിന്നിലും നവംബർ 20-ന് നടന്ന ഓട്ടോറിക്ഷ സ്ഫോടനത്തിലും കഴിഞ്ഞ വർഷം മാർച്ച് 1-ന് രാമേശ്വരം കഫേയിൽ നിന്ന് നടന്ന സ്ഫോടനത്തിലും ഈ പറയുന്ന ആൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് വിവരം. 2012-ൽ 28 വയസ്സുള്ളപ്പോൾ ബംഗളൂരുവിൽ നിന്ന് കാണാതായ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഫൈസൽ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇയാൾക്ക് സാക്കിർ ഉസ്താദ് എന്നുള്ള ഒരു പേരുമുണ്ട് എന്ന് പറയപ്പെടുന്നു. സ്ഫോടനങ്ങളിൽ പ്രധാനിയാണ് എന്ന് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയതിന് പിന്നാലെ ഇയാൾ പാകിസ്ഥാനിലേക്ക് കടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അടുത്തിടെ ഫൈസൽ സിറിയ തുർക്കി അതിർത്തിയിലേക്ക് മാറിയെന്നും നിലവിൽ ഒളിവിലാണ് എന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത്. ഉക്കാസ എന്ന ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന വിദേശ ഹാൻഡ്ലർ തുർക്കിയിലാണ് എന്നതും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കർണാടക, തമിഴ്നാട് സ്ഫോടനങ്ങളുമായിട്ട് ചെങ്കോട്ട സ്ഫോടനത്തിന് യാതൊരു തരത്തിലുമുള്ള ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നില്ല. പക്ഷെ അതിനെ അങ്ങനെ പറഞ്ഞൊഴിയാനും അവർക്ക് കഴിയില്ല. കാരണം കർണാടകയിലും തമിഴ്നാട്ടിലെ സ്ഫോടനങ്ങൾക്കും ചെങ്കോട്ട സ്ഫോടനത്തിന് ബന്ധമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഹാൻഡ്ലർ തലത്തിൽ ഈ സ്ഫോടനങ്ങൾക്ക് പലതരത്തിലുള്ള സാമ്യതകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഇത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഡൽഹി സ്ഫോടനത്തിലും തെക്കൻ ഇന്ത്യയിലെ കേസുകളുമായിട്ട് ബന്ധമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു പറയുന്നതും. അതേസമയം സിറിയയിലെ ഭീകര സംഘങ്ങളുമായിട്ട് ഉമർ നബി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. 2022-ലായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. കൂടിക്കാഴ്ചയിൽ മുസമ്മിലും ഷക്കീലും മുസാഫർ റാത്തറും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഉക്കാസയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്തരത്തിലുള്ള കൂടിക്കാഴ്ച എന്നുകൂടി പറയുന്നുണ്ട്. ലഷ്കർ-എ തോയ്ബയിൽ ചേരാനായിരുന്നു ഇവരുടെ നീക്കമെന്നും
ജെയ്ഷെ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി മാറ്റിയത് എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചെങ്കോട്ടയിൽ അതീവ സുരക്ഷാ മേഖലയിൽ പോലും ഇത്തരത്തിൽ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം കിട്ടിയതായി സംശയിക്കുന്ന തീവ്രവാദികളുടെ വലിയൊരു വിഭാഗം, വലിയൊരു വിങ് തന്നെ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചെങ്കോട്ട സ്ഫോടനം ഇന്ത്യയെ ഓർമ്മിപ്പിക്കുന്നത് എത്രയാണ്? നമ്മുടെ ആഭ്യന്തര സുരക്ഷ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ആഭ്യന്തര സുരക്ഷയിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇത്തരത്തിലുള്ള ശത്രു രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭീകരവാദികൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. ഇന്ത്യ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നതും അത്തരത്തിലാണ്. ഇന്ത്യയെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള സത്യം, യാഥാർത്ഥ്യം അത് മറ്റുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു വർഗീയത ഇവിടെ പടച്ചുവിടുന്നത്. ആ വർഗീയതയുടെ തുമ്പിൽ പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന തീവ്രവാദികൾ ഒന്ന് ആലോചിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ എത്രയൊക്കെ ഇവിടെ ഇന്ത്യക്കകത്ത് കയറി കളിക്കാൻ നിന്നാലും അത് നിങ്ങളുടെ നാശത്തിലേ അവസാനിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെ തകർക്കാൻ പോകുന്ന കരുത്തും ഒപ്പം തന്നെ അത്തരത്തിലുള്ള കഴിവുമുള്ള പട്ടാളവും വലിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന എയർഫോഴ്സും അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന നാവികസേനയും ഒക്കെ ഇന്ത്യയുടെ കരുത്തായുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടന പരമ്പരകൾ ഇന്ത്യയുടെ മണ്ണിൽ വച്ചു നടത്തുവാൻ നിങ്ങൾ താല്പര്യത്തോടു കൂടി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ഈ പുറം ലോകത്തേക്ക് നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളെ ഈ പറയുന്ന പോലെ ഇനി ഒരിക്കലും നിങ്ങളുടെ നാട്ടിലേക്കോ നിങ്ങളുടെ മറ്റു ഇടങ്ങളിലേക്കോ മടങ്ങിപ്പോകാൻ കഴിയാത്തവണ്ണം നിങ്ങളെ തകർത്തിരിക്കും ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.